നമസ്കാരം. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ മനം നിറയ്ക്കുന്ന ദിനമാണ് അക്ഷയ തൃതീയ. അക്ഷയ എന്നാൽ ഒരിക്കലും അവസാനിക്കാത്തത് എന്നാണ് അർത്ഥം. ഒരു ഭക്തയുടെ ദാരിദ്ര്യ ദുഃഖം ശമിപ്പിക്കാൻ ലക്ഷ്മി ദേവി വഴി ശ്രീശങ്കരൻ സ്വർണ്ണ നെല്ലിക്ക വർഷിപ്പിച്ചത് ഈ ദിവസത്തിലാണ്. ശ്രീകൃഷ്ണൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം നൽകിയതും ഇതേ ദിവസം തന്നെ. വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഈ ദിവസത്തിൽ സ്വർണം വാങ്ങിയാൽ വീട്ടിൽ സ്വർണത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. ഏപ്രിൽ 19 അക്ഷയ തൃതീയ. അക്ഷയ യോഗമുള്ളതിനാൽ ഇക്കുറിയത്തെ അക്ഷയ തൃതീയയും വിശേഷപ്പെട്ടത് തന്നെ. ഈ ദിവസവും ശുഭകരവും പുണ്യം നിറഞ്ഞതുമായ ദിവസവുമാണ്. സ്വർണവും വെള്ളിയും വാങ്ങാനും നിക്ഷേപങ്ങൾ നടത്താനുമാണ് അക്ഷയ തൃതീയ ദിവസം തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ സ്വർണ വ്യാപാരികൾ അക്ഷയ തൃതീയയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. പുതിയ ഡിസൈനിലുള്ളത് അടക്കം ആഭരണങ്ങൾ ലോഭമില്ലാതെ ഷോപ്പുകളിലേക്ക് എത്തിയിട്ടുണ്ട്. 1/4 പവൻ മുതൽ മുകളിലോട്ടാണ് വാങ്ങൽ. മോതിരം, മാല, വളകൾ മുതൽ സ്വർണ്ണ നാണയങ്ങൾ വരെ ഈ ദിനത്തിൽ സുലഭമായി വിറ്റഴിയും. സ്വർണ്ണ വ്യാപാരികൾ ഏർപ്പെടുത്തിയ അക്ഷയ തൃതീയ അഡ്വാൻസ് ബുക്കിങ്ങിനും ഇത്തവണ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ വർധനവ് ഇക്കുറി വന്നെന്നാണ് ഈ രംഗത്തുള്ളവരുടെ പ്രതികരണം. സ്വർണ്ണവില കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ്. പവന് 60,000-ൽ താഴെയുണ്ടായിരുന്ന വിലയാണ് ഇപ്പോൾ 1,00,000-ന് മുകളിൽ എത്തി നിൽക്കുന്നത്. 1,12,000-ന് മുകളിലാണ് നിലവിലെ വില. കഴിഞ്ഞ വർഷത്തേക്കാൾ വില കൂടുമോ കുറയുമോ എന്ന കാര്യത്തിൽ വ്യാപാരികൾക്ക് തീരുമാനമൊന്നും എത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇറാൻ യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ വില ഇനിയും കൂടിയാൽ സ്വർണത്തിന്റെ വില കുറയും. അതുകൊണ്ട് തന്നെ നിലവിലെ വലിയ വില കൊടുത്ത് സ്വർണം വാങ്ങിക്കുന്നതിൽ ജനങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട്. 1,30,000-ൽ അധികം ഉയർന്ന വിലയാണ് ഇപ്പോൾ 1,10,000-ൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആളുകളുടെ താല്പര്യം അനുസരിച്ചാകും ഇത്തവണത്തെ സ്വർണം വാങ്ങൽ. എന്നാലും വലിയ രീതിയിലുള്ള വാങ്ങൽ തന്നെയാണ് സ്വർണ്ണ വിപണി ഇക്കുറിയും പ്രതീക്ഷിക്കുന്നത്.